എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷം. തിമില മദ്ദള വിഭാഗത്തിൻ്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങോട്ട് ക്ഷണിച്ച ഡിപ്പാർട്ട്മെൻറ്റിനോടും അതോടൊപ്പം തന്നെ ഇത് ഇങ്ങനെയൊരു പരിപാടിയുണ്ടെന്ന് അറിയിച്ച് വരണമെന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട പെരിങ്ങോട് ചന്ദ്രേട്ടൻ അവர்கள், ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ HOD മാർ, ഗുരുജനങ്ങൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ സാർ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന പരിപാടി അവതരിപ്പിക്കാൻ ഒരവസരം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 2ാം തവണ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. ഈ നാടൻ പാട്ടുകളിലൂടെ ഒരു നാട്ടറിവിൻ്റെ ഒരു പങ്കുവെക്കലാണ്. കുറച്ച് വായിച്ചതും കൂടുതൽ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാം. ആരംഭിക്കട്ടെ. വാനോളം മഴകേ മലയാളം, വാനോളം അഴകേ മലയാളം, തേനോളം മധുരം മലയാളം, വാനോളം അഴകേ മലയാളം, തേനോളം മധുരം മലയാളം, കായൽ കടലുള്ള മലയാളം, പൂവും പുഴയുള്ള മലയാളം, മലയാളം മധുരം മലയാളം. തുഞ്ചന്റെ തൂലിക തുമ്പിൽ നിന്നും പിറവിയെടുത്തൊരു കിളിഭാഷ, കുഞ്ചന്റെ തൂലിക തുമ്പിൽ നിന്നും പിറവിയെടുത്തൊരു കിളിഭാഷ, ആശാനും ഉള്ളൂരും വള്ളത്തോളും, ആശാനും ഉള്ളൂരും വള്ളത്തോളും, ഊട്ടി വളർത്തിയ മലർഭാഷ, മലയാളം മധുരം മലയാളം. കലാമണ്ഡലത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് വള്ളത്തോൾ എന്ന മഹാകവിയെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ കലാമണ്ഡലത്തിന് ഓർക്കാൻ കഴിയില്ല. മലയാള സാഹിത്യത്തിന് എങ്ങനെയാണോ കലയ്ക്കും സാഹിത്യത്തിനും കലയ്ക്കും ഇത്രയേറെ വലിയ സംഭാവന ചെയ്ത, കലയെയും സാഹിത്യത്തെയും തൻ്റെ ജീവൻ പോലെ സ്നേഹിച്ച മഹാകവിയെ ഓർത്തുകൊണ്ട് നമിച്ചുകൊണ്ട് ആ ഗുരുത്വം എല്ലാവർക്കും ലഭിക്കണമേ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഏകദേശം 1000ഓളം കലാരൂപങ്ങളുണ്ട്, 3000ഓളം പാട്ടുശാഖകളുണ്ട്. പാട്ടാണ്, കലയാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. കലയില്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് വായു, വെള്ളം, ഭക്ഷണം ഇതൊക്കെയാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. ഇത് കഴിഞ്ഞാൽ, ഈ ആവശ്യം കഴിഞ്ഞാൽ മനുഷ്യനെ ദീർഘകാലം സുഖത്തോടുകൂടി സൗഖ്യത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കലയില്ലാതെ സാധ്യമല്ല. കലയില്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുകയും ആ താളം തെറ്റിയ മനസ്സ് എന്തെല്ലാം ഗോഷ്ഠികളും ചേഷ്ടകളും കാണിക്കുന്നുവോ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. ആ ദുരന്താവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കാതെ സ്നേഹത്തിൻ്റെയും അൻപിൻ്റെയും ആർദ്രതയുടെയും ഒരു തളിർപ്പ് നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുകയും സാമൂഹിക ഹൃദയത്തെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും സർഗപ്രവർത്തനമാണ് കല. മധുരം മധുരം മലയാളം
കേരം തിങ്ങും കേരളം, മലയുള്ള നാട് പുഴയുള്ള നാട്, കലയുടെ കൈത്തിരി കൊച്ചു കേരളം. കലയുടെ കൈത്തിരിയാണ് ഈ കൊച്ചു കേരളം. നിളാനദി വക്കിൽ ചെറുതുരുത്തിൽ, നിളാനദി വക്കിൽ ചെറുതുരുത്തിൽ, കലാവതി ചന്ദ്രിക കലാമണ്ഡലം. നിളാനദി വക്കിൽ ചെറുതുരുത്തിൽ, കലാവതി ചന്ദ്രിക കലാമണ്ഡലം. കൈരളി നാടിൻ്റെ കളിവിളക്ക്, കൈരളി നാടിൻ്റെ കളിവിളക്ക്, മലയാള ഭാഷതൻ താരസ്വരം, മലയാള ഭാഷതൻ താരസ്വരം. നിളാനദി വക്കിൽ ചെറുതുരുത്തിൽ, കലാവതി ചന്ദ്രിക കലാമണ്ഡലം. കൈരളി നാടിൻ്റെ കളിവിളക്ക്, മലയാള ഭാഷതൻ താരസ്വരം. നിളാനദിയുടെ വക്കിലാണ് ഈ കലാവതിയായ കലാമണ്ഡലം കുടികൊള്ളുന്നത്. മലയാളത്തിൻ്റെ കൈരളി നാടിൻ്റെ കലാനിധിയാണ് കലാമണ്ഡലം, കലാവതിയാണ് കലാമണ്ഡലം, കലാചന്ദ്രികയാണ്. ആ കലാമണ്ഡലത്തിൻ്റെ വലിയൊരു കേരള കലാമണ്ഡലം. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ തൻ്റെ നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന, ലോകം കേട്ട ഒരു വാക്കാണ് കലാമണ്ഡലം. പറയുന്നവനും കേൾക്കുന്നവനും താരസ്വരമായി ഉച്ചത്തിൽ പറയാൻ, അഭിമാനത്തോടു കൂടി പറയാൻ, നിവർന്നു നിന്ന് പറയാൻ, പറയുമ്പോൾ ആഹ്ലാദം ലഭിക്കുന്ന മലയാളത്തിലെ താരസ്വരമാണ് കലാമണ്ഡലം. അത് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഞാൻ കലാമണ്ഡലത്തിൽ ആ പേര് ചേർത്ത് പറയുന്ന സമയത്ത് ആ പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും വലിയ അഭിമാനം തൻ്റെ ഹൃദയത്തിൽ അങ്കുരിക്കാൻ ഈ വാക്ക് സാധ്യമാകുന്നു. അതാണ് കലാമണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം, മേന്മ. അതുകൊണ്ടാണ് നമിച്ചു പോകുന്നത് നമ്മൾ. കല എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കാലത്തെ കുറിക്കുന്നതാണ് കല. മണ്ഡലം അലങ്കാരം, കാലത്തെ സുന്ദരമാക്കുന്ന, അതിമനോഹരമാക്കുന്ന, കാലത്തിനെ അനുയോജ്യമാക്കുന്നത് എന്തോ അതാണ് കല. ആ കലയുടെ നിധിയാണ് കേരള കലാമണ്ഡലം. വിദ്യാർത്ഥികളോടൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഈ ഉപകരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ഒരു മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ വെറും പറച്ചിലും കേൾക്കുന്നതിൻ്റെ അപ്പുറം നിങ്ങളുടെയും കൂടി ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേരെന്താണ് പറയാൻ പറ്റുമോ? ഞാൻ ക്ലൂ പറഞ്ഞു തരാം. ജട പിടിച്ച, അമ്പിളി തൂക്കിയ, ശൂലമുള്ള, കെട്ടിവെച്ചത്. ഉറുക്കപ്പറ. ഉടുക്ക് ഏത് ദേവൻ്റെ ഇഷ്ടസംഗീതോപകരണമാണ്? ശിവൻ്റെ. ഉടലാകൃതി ഉള്ളത് കൊണ്ടാണത്രേ ഇതിന് ഉടുക്ക് എന്ന് പേര് വരാൻ കാരണം. മനുഷ്യൻ്റെ ആകൃതി കണ്ടിട്ടാണ്, ആ ഉടലിൻ്റെ ആകൃതിയാണ് ഉടുക്കിന്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡമരു. ഡും ഡും എന്ന ശബ്ദമുള്ളത് കൊണ്ടാണ് ഇതിന് ഡമരു എന്ന് പേര് വരാൻ കാരണമെന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ മണ്ണ് കൊണ്ടും മരങ്ങൾ കൊണ്ടും, ലോകയുഗം വന്നപ്പോൾ ലോഹങ്ങൾ കൊണ്ടും ഉടുക്ക് നിർമ്മിക്കപ്പെട്ടു. ഇതിൻ്റെ വലതുഭാഗത്ത് ഒരു ശബ്ദമാണ്, ഇടതുഭാഗത്തൊരു ശബ്ദമാണ്. വലതുഭാഗത്ത് ലക്ഷം പ്രാവശ്യങ്ങൾ കൊട്ടി ശബ്ദവീചികളെ തരംതിരിച്ചെടുത്ത് ഇണക്കി ചേർത്ത ഭാഷയാണത്രേ സംസ്കൃതം. ഇടതുഭാഗത്ത് കൊട്ടി ഉണ്ടാക്കിയ ഭാഷയാണ് പാലി. ഭാരതത്തിൽ 2 ഭാഷകളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാദത്തെ രൂപാന്തരപ്പെടുത്തി ഭാഷയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ ഉണ്ടാക്കിയെടുത്താണ് വാദ്യങ്ങൾ. വാദ്യത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യം എന്ന് പറയുന്നത് അക്ഷരങ്ങളെ
നിർമ്മിക്കാൻ വാദ്യം സഹായിച്ചു എന്നതാണ്. വാദ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തൊണ്ട കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത, അനുകരിക്കാൻ പറ്റാത്ത, ജനിപ്പിക്കാൻ പറ്റാത്ത കോടി നാദങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനുഷ്യൻ്റെ പരിമിതിക്ക് അപ്പുറം മനുഷ്യൻ പ്രകൃതിയിലെ നാദങ്ങളെ കണ്ടെത്തിയത്, ജനിപ്പിച്ചത് വാദ്യങ്ങളുടെ സഹായം കൊണ്ടാണ്. വാദ്യത്തിന് കലാരാജൻ എന്നാണ് ഇതിൻ്റെ പേര്. നാദജനനിയാണത്രേ വാദ്യം, അക്ഷരജനനയാണ് വാദ്യം, ജീവരക്ഷകനാണ് വാദ്യം, കലാരാജനാണ് വാദ്യം. നാദജനനി വാദ്യം, നാദജനനി വാദ്യം, അക്ഷരജനനി വാദ്യം, ജീവരക്ഷകൻ വാദ്യം, കലാരാജൻ വാദ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉടുക്കുകൊണ്ട് നിരവധി തവണ കൊട്ടി വിവിധ ഈണങ്ങളെ, ശബ്ദങ്ങളെ ഉണ്ടാക്കിയെടുത്ത് ആ ഉണ്ടാക്കിയെടുത്തിനെ വേർതിരിച്ച് തൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഇണക്കി ചേർത്തുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഭാഷയാണ് സംസ്കൃതം. ഇതിൽ 7 തരം പാട്ടുകൾ പാടാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ്. ഇത് 7ഉം നിങ്ങൾക്കറിയാം. അതിൻ്റെ ക്ലൂ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ന് തോന്നുന്നു. വിദ്യാർത്ഥികൾക്കല്ലേ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്നത് വിളിച്ച് പറയണം. തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ തിരുത്തി തരാം. അപ്പവും അരവണയും എന്ന് പറഞ്ഞാൽ ഏത് ശാഖയായിരിക്കും? ഇത് കഴിക്കാത്ത മലയാളികളില്ല. അപ്പവും അരവണയും പറ, മടിക്കൊന്നും വേണ്ട. ഒരു പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു മേഖലയല്ലേ, പെട്ടെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ അരവണിയും അയ്യപ്പം അല്ലേ? അയ്യപ്പൻ്റെ പാട്ടാണ്. പച്ചമാവ് എന്ന് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ? ചിറ്റൂർ മേഖല, കിഴക്കൻ പ്രദേശങ്ങളിൽ വരുന്നവരൊക്കെ ഒക്കെ അറിയാം. പച്ചമാവ് തിന്നാത്തവരുണ്ടാകില്ല. മാരിയമ്മൻ പാട്ട് ഉടുക്കുകൊണ്ട് പാടുന്നൊരു പാട്ടുശാഖയാണ്. ഉടുക്കൊണ്ട് പാടുന്ന, ചെറിയ ഉടുക്കാണത് ഉപയോഗിക്കുന്നത്, ഇത് വലിയ ഉടുക്കാണ്. ഉടുക്കൊണ്ട് പാടുന്നത് അയ്യപ്പൻ പാട്ട്, മാരിയമ്മൻ പാട്ട്. പഞ്ചാമൃതം കഴിക്കാത്തവരാരും ഉണ്ടാവില്ല. ഏത് പാട്ടായിരിക്കാം? ഈ തൃശ്ശൂർ വളരെ സമ്പന്നമാണ്. കാവടിച്ചിന്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഉടുക്കുകൊണ്ട് പാടുന്നതാണ് കാവടിച്ചിന്ത്. പിന്നെ വടക്കൻ പാട്ട്, ആദിവാസി പാട്ട്, പാക്കനാർ പാട്ട്, പിന്നെ മന്ത്രവാദപ്പാട്ട്. ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം ഉടുക്കിലാണ് പാടുന്നത്. എന്താണ് ജീവരക്ഷകൻ വാദ്യം എന്ന് പറയുന്നത്? തൻ്റെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രാണനാണ്. ഈ പ്രകൃതിയെ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ആ പഞ്ചഭൂതത്തിൻ്റെ അംശം തന്നെയാണ് നമ്മളും. നമ്മുടെ ഉള്ളിൽ പ്രാണനും തളർച്ച വരും, വിളർച്ച വരും, പല ബുദ്ധിമുട്ടുകളും വരും. പ്രാണനെ ശുദ്ധീകരിക്കാൻ വാദ്യങ്ങളുടെ നാദം കേൾക്കുക എന്നതാണ് അതിൻ്റെ ഒറ്റമൂലി, അതിൻ്റെ മരുന്നെന്ന് പറയുന്നത്. കാവകളിലും ക്ഷേത്രങ്ങളിലും നമ്മുടെ ആൽത്തറ മന്നുകളിലും കൊട്ടുന്ന താളങ്ങൾ, വാദ്യങ്ങൾ, പാട്ടുകൾ, നൃത്തങ്ങൾ, ഇതിനൊക്കെ താങ്ങായി നിൽക്കുന്നത് വാദ്യമാണ്. വാദ്യം തൻ്റെ മനസ്സുകൊണ്ട് ശ്രദ്ധയോടുകൂടി അതിനെ സ്വീകരിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു കഴിവുണ്ട്. അതോടുകൂടി സ്വീകരിച്ചാൽ പ്രാണനെ കൊണ്ട് പ്രാണനെ തിരിച്ചറിയുക. ശബ്ദം തന്നെയാണ് പ്രാണൻ, പ്രാണൻ തന്നെയാണ് ശബ്ദം. നേരിയ നിർവചനം ഉണ്ട്, അതിൻ്റെ വ്യത്യാസമുണ്ട്. ഉണ്ടെങ്കിൽ പോലും മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന പ്രാണനെ ശുദ്ധീകരിക്കാൻ വാദ്യങ്ങളുടെ നാദങ്ങൾക്ക് വലിയ
കഴിവാണ് ഉള്ളത്. ഇതിനെ മരുന്നോ മറ്റുള്ള ഇഞ്ചക്ഷനോ ശാസ്ത്രലോകം കണ്ടിട്ടില്ല. മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ ശാസ്ത്രമാണ് വാദ്യം. അപ്പോൾ നമ്മൾ ഒരു സമൂഹത്തിനെ ശുദ്ധീകരിക്കുക. അതേപോലെ തന്നെ കലയുടെ രാജനാണ് വാദ്യം, കലയുടെ റാണിയാണ് പാട്ട്. ഈ വാദ്യത്തിൽ തന്നെ അക്ഷരജനനിയാണ്. ഇതിൽ തന്നെ ശിവനും പാർവതിയും രണ്ട് ഭാവത്തോടു കൂടി തന്നെയാണ് ഈ വാദ്യം നിലനിൽക്കുന്നത്. കൊന്നുകൊണ്ടു ശില്പം, പ്ലാവ് കൊണ്ടു വാദ്യം, മുള കൊണ്ടു ഏണി, ആഞ്ഞില കൊണ്ടു തോണി. നമ്മുടെയൊക്കെ വാദ്യങ്ങളൊക്കെ മരവാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാവ് തന്നെയാണ്. കൊന്നുകൊണ്ടും ഉണ്ടാക്കാം. കൊന്നയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് കടുത്ത ചൂടിൽ ഒന്ന് തളർന്നു പോകും, ഉറങ്ങിപ്പോവും, അതിനെ വിളർച്ച ബാധിക്കും. ഈ ഋതുക്കളെ ഭേദിക്കാൻ, പ്രകൃതി ഋതുക്കളെ ഭേദിച്ചുകൊണ്ട് നിലനിൽക്കാൻ ഈ പ്ലാവിൻ്റെ കുറ്റികൾക്ക് വലിയ സാധ്യതയുണ്ട്, വലിയ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ കണ്ടെത്തി. ഇതൊക്കെ വലിയൊരു കണ്ടുപിടുത്തങ്ങളാണ്. എത്രയോ മരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കൊന്നയെയും പ്ലാവിനെയും തേടിപ്പിടിച്ച് മനുഷ്യൻ കണ്ടെത്തിയത്? ഇതൊക്കെ ഇപ്പോൾ ശാസ്ത്രലോകത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് നോബൽ സമ്മാനം വരെ കൊടുക്കുന്നുണ്ട്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കണ്ടെത്തിയതാണ്. ഇപ്പോഴും അതിൻ്റെ പകരം വയ്ക്കാൻ മറ്റുള്ള ഒന്നും നമുക്ക് ഇല്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്. വെള്ളത്തിൽ ഏത് വസ്തുവും പ്രശ്നം തന്നെയാണ് കുറേ കാലം കഴിഞ്ഞാൽ. അപ്പോൾ തോണി ഉണ്ടാക്കാനുള്ള മരം, വാദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള മരം, ധാതുശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള മരങ്ങളൊക്കെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നാടൻ പാട്ടുകൾ നമുക്ക് പാടാം. ഒരു കൃഷിപ്പാട്ട് പാടട്ടെ? കൃഷിപ്പാട്ട് പാടട്ടെ? ഉടുക്കുകൊണ്ട് പാടുന്ന 7 തരം പാട്ടിൽ നിയമപ്രകാരം ഇല്ലാത്തൊരു പാട്ടാണ് കൃഷിപ്പാട്ടെന്ന് പറയുന്നത്. അപ്പം കലാകാരൻ്റെ കഴിവനുസരിച്ച് ഏത് വാദ്യവും കൊട്ടാം. വാദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു പ്രകൃതിയിലെ പരമാണു മുതൽ സൗരയൂഥം വരെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് നാദങ്ങളാണ്. ഈ നാദങ്ങളെ വേർതിരിച്ചെടുക്കാനുള്ള മനുഷ്യനെ സഹായിക്കുന്ന നാദ മാതാവ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് നാദ യോനി എന്നും ഇതിന് വ്യാഖ്യാനമുണ്ട്. അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാദമാതാവെന്നും പറയാം, നാദപിതാവെന്നും പറയാം. പക്ഷേ ഈ വ്യാഖ്യാനങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയേണ്ടത് എൻ്റെ കടമയാണ്. പുഞ്ചപ്പാടം കൊയ്യാനായടി കരിനീലി പെണ്ണാളെ, വള്ളിക്കയേറി വാളെടുക്കടി കരിനീലി പെണ്ണാളെ, എടി കണ്ണാളേ പെണ്ണാളെ, എടി കണ്ണാളേ പെണ്ണാളേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് വെറുതെ ഒന്ന് താളം പിടിച്ച് പാടാം. ഇതിൻ്റെ ഒപ്പം താളം പിടിക്കണം. കല ഉപാസിക്കുന്ന വിദ്യാർത്ഥികളോട് പ്രത്യേക ശ്രദ്ധിക്കുക. 2 കൈയും ചേർത്തിയടിച്ചാൽ കൈ ചൂടാകും, കൊളീഷനാകും. കൈ ചൂടായി കഴിഞ്ഞാൽ ഞാടി ഞരമ്പൊക്കെ ഉണർവുണ്ടാകും, ബുദ്ധി വീശിക്കും, ഉറക്കം പോകും, ചടവുകളെല്ലാം പോകും. നല്ല ഉഷാറോടുകൂടി സൗന്ദര്യത്തോടുകൂടി പ്രസന്ന മുഖമുള്ള ഒരവസ്ഥ ഉണ്ടാവും. നട്ടിലെ ഉയർത്തിയിരുന്നേ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഇതൊപ്പം താളം പിടിച്ചേ. ഈ വാദ്യത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊട്ട് വിരൽ വീണ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പിറക്കും. ഈ നാദം കേട്ട് കഴിഞ്ഞാൽ പ്രാണൻ ഒന്ന് ഉണർന്നു നിൽക്കും. ഒരു സമൂഹത്തിൻ്റെ പ്രാണാവസ്ഥയെ, ജീവാവസ്ഥയെ, ചൈതന്യത്തെ ഉണർത്തി നിൽക്കുക എന്നതാണ് വാദ്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാവുകളിലും ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും കൂട്ടം കൂടുന്ന ഇടങ്ങളിലെല്ലാം മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഇടങ്ങളാണ് ഈ കാവുകളും ക്ഷേത്രങ്ങളും. ഇവിടെ നാദം കൊണ്ട് വീണ് കഴിഞ്ഞാൽ
അവിടെ എല്ലാവിടം ഒരു പ്രത്യേക ചൈതന്യം തന്നെ വരും. ചൈതന്യം എന്ന് പറയുന്നത് ദേവചൈതന്യം. ദേവചൈതന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവൻ്റെ ചൈതന്യമാണ്. ആ ജീവചൈതന്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ഇപ്പോൾ പഞ്ചവാദ്യം മേളങ്ങളൊക്കെ കാവുകളിലും ക്ഷേത്രങ്ങളിലും വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ പിന്നെ എന്ത് രസമായിരിക്കും. ഒരു മൂകതയുണ്ടാകും. മൂകതയെ തുടച്ചു നിൽക്കുന്നതാണ് വാദ്യത്തിൻ്റെ നാദശക്തി. പുഞ്ചപ്പാടം രണ്ട് കൈയും ചേർത്തിയടിക്കണം, രണ്ട് കൈയും ചേർത്തിയടിക്കണം. അതാണ് അതിൻ്റെ ഗുണം, ശരീരത്തിന് ഗുണമെന്ന് പറയുന്നത്. പുഞ്ചപ്പാടം കൊയ്യാനകടി കരിന്തീലി പെണ്ണാളെ വള്ളിക്കയേറി വാളെടുക്കടി. നിങ്ങൾ താളം പിടിക്കുന്നവരാണ്. കൃത്യം താളം ഉണ്ടാകണം, ശബ്ദം ഉണ്ടാകണം. ശബ്ദം അതിൽ നിന്ന് പിറക്കണം ആ താളത്തിൽ. പുഞ്ചപ്പാടം പുഞ്ചപ്പാടം കൊയ്യാനകടി കരിന്തീലി പെണ്ണാളെ വള്ളിക്കയേറി വാളെടുക്കടി കരിന്തീലി പെണ്ണാളെ എടി കണ്ണാളേ പെണ്ണാളെ എടി കണ്ണാളേ പെണ്ണാളേ തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര. താഴ്ത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി താഴെ നിൽക്കുന്ന പെണ്ണാളെ നീട്ടി കൊയ്യടി നീല കൊയ്യടി നീല താമര കണ്ണാളെ എടി കണ്ണാളേ പെണ്ണാളെ എടി കണ്ണാളേ പെണ്ണാളെ തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര. പൊലികളക്കടി വാരി കെട്ടടി തുടി തുടിക്കുന്ന പെണ്ണാളെ ഇല്ലപ്പത്തായം നിറഞ്ഞൊഴുകട്ടെ കതിർമ്പേലി കണ്ണാളെ കണ്ണാളേ പെണ്ണാളെ എടി കണ്ണാളേ പെണ്ണാളെ കണ്ണാളേ പെണ്ണാളെ എടി കണ്ണാളേ പെണ്ണാളെ തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര തെയ്യക്കം തിന്തിമി തെയ്യക്കന്താര. നമ്മൾ പഞ്ചവാദ്യവും ഈ ചെണ്ടമേളങ്ങളൊക്കെ കൊട്ടുന്ന സമയത്ത് കൂട്ടം കൂടി വരുന്നില്ലേ? ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും അടുത്തേക്ക് വരും. വരുന്ന അവരുടെ മനോനിലയും പോകുന്ന മനോനിലയും നിന്ന് പരിശോധിച്ചാൽ രണ്ടും രണ്ടാണ്. വരുന്ന സമയത്തുള്ള അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ചടവുകളും എല്ലാ അസ്വസ്ഥതകളും നീങ്ങി മനസ്സ് പ്രസന്നമായി മുഖം പ്രസന്നമായി അവർ തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ഒരർത്ഥത്തിൽ വാദ്യം നിവേദ്യമാണ്, സമൂഹത്തിന് കൊടുക്കുന്ന നിവേദ്യമാണ് വാദ്യം എന്ന് പറയുന്നത്. നിവേദ്യം എന്താണ്? ഏറ്റവും പവിത്രമായത് കൊടുക്കുന്നത്. ഇവിടുത്തെ ദേവനും ദേവിക്കും കൊടുക്കുന്നത് എന്താണ് നിവേദ്യം? അത് പവിത്രമാണ്, ആരോഗ്യപ്രദമാണ്. അത് ആരോഗ്യപ്രദമാണ്. അതിന് തുല്യമാണ് നിങ്ങൾ ഉപാസിക്കുന്ന വാദ്യത്തിൽ കൊട്ടി മറ്റുള്ളവരെ കേൾപ്പിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും ഔഷധമാണ് നാദം, ഔഷധമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ചലനത്തിന് വിധേയമാണ്. ചലനം നൃത്തമാണ്. നാദം കേട്ടാൽ ചലിക്കും, ചലിക്കുന്നത് നാദവും ഉണ്ടാക്കും. അപ്പോൾ നൃത്തവും വാദ്യവും ഒന്ന് തന്നെയാണ്. അത് രണ്ടായി മാറുന്ന അവസ്ഥകളും ഉണ്ട്. ഞാൻ ഈ വെറുതെ ഈ ടോക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു പാട്ടുരൂപത്തിൽ പാടിക്കേൽപ്പിച്ചാൽ കുറച്ചും കൂടി മനസ്സിലാകും എന്ന് തോന്നിയത് കൊണ്ടാണ് എല്ലാവരും എങ്ങനെ ചെയ്യുന്നത്. ആഴിത്തിര കൈകൊണ്ട് വാദ്യക്കരയെ കൊട്ടി, ആഴിത്തിര കൈകൊണ്ട് വാദ്യക്കരയെ കൊട്ടി താളം മുഴക്കണ് കാറ്റുകൾ, കേട്ടുവോ പക്ഷി പാട്ടുകൾ, മൃഗകൊച്ചകൾ, മഴ മേളങ്ങൾ. ആഴിത്തിര കൈകൊണ്ട് വാദ്യക്കരയെ കൊട്ടി താളം മുഴക്കണു കാറ്റുകൾ, ആഴിത്തിര കൈകൊണ്ട് വാദ്യക്കരയെ കൊട്ടി താളം മുഴക്കണു കാറ്റുകൾ, കേട്ടുവോ പക്ഷി പാട്ടുകൾ, മൃഗകൊച്ചകൾ,
മഴമേളങ്ങൾ. വാദ്യം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ കേൾക്കുന്നതിൻ്റെ കൃത്യമായി അനുസരിക്കുകയും നിങ്ങൾ പ്രകൃതിയെ സൂക്ഷ്മമായി കേൾക്കാനും ശ്രദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറയേണ്ടത് ഉണ്ടാക്കണം. നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കണമെങ്കിൽ അതിന് ശ്രവണം വേണം, കേൾക്കാനുള്ള ശ്രവണം വേണം, അതിന് ശ്രദ്ധ വേണം, ആകാംക്ഷ വേണം. അതിനപ്പുറം ആത്യന്തികമായി നിങ്ങൾക്ക് വേണ്ടത് വൈരാഗ്യമാണ്. വൈരാഗ്യം മറ്റുള്ളവരെ ആക്രമിക്കാനുള്ളതല്ല, പഠിച്ചെടുക്കാനുള്ളതാണ്. വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രകൃതിയിലെ പക്ഷികളുടെ ഒച്ചകൾ, മൃഗത്തിൻ്റെ ഒച്ചകൾ, കണ്ണുകൊണ്ട് കാണാത്തമായ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ജീവജാലങ്ങളുടെ നേരിയ അനക്കം നിരവധി ശബ്ദങ്ങൾ സൃഷ്ടിക്കും. ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ ഉണരുകയും അത് കൂട്ടിയിണക്കുകയും പുതിയ ശബ്ദങ്ങൾ, പുതിയ രീതികൾ, പുതിയ കൊട്ടുകൾ, പുതിയ നാദങ്ങൾ, പുതിയ ഗീണങ്ങൾ ഒരു സമൂഹത്തിന് പങ്കുവെക്കാൻ ഉള്ള ശേഷിയുള്ള കലാകാരന്മാരും ആകുകയും തീരുകയും നിങ്ങളുടെ ജന്മം തന്നെ വലിയ പൂർണ്ണമാക്കുകയും ചെയ്യും. മറ്റുള്ളവർ നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു, അതിൻ്റെ അപ്പുറം മറ്റുള്ളവർ കണ്ടെത്താനും കൂടിയുള്ള ഒരു പ്രേരണ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അത് ഉണരാനുള്ള സമയമായി ഉണർത്തണം, കണ്ടെത്തണം. ഈ കൂത്തമ്പലത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട ചില വാക്കുകളുണ്ട്. തെരുക്കൂത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തെരുക്കൂത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ വാക്ക് കേട്ടിട്ടുണ്ടോ? തെരുക്കൂത്ത്, നിലക്കൂത്ത്, തട്ടുമ്മേക്കൂത്ത്. ഉത്സവങ്ങളിലൊക്കെ നിങ്ങൾ കൊട്ട് പോകുന്ന സമയത്ത്, ചെറിയ കുട്ടിയായ സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. തട്ടുമേൽക്കൂത്ത്, രണ്ടുപേര് മുളയിലൊക്കെ പിടിച്ച് മുകളിലൊക്കെ കയറിയിട്ട് കൂത്ത് നടത്തും. തെരുക്കൂത്തും നിലക്കൂത്തും തട്ടുമേക്കൂത്തും പാവക്കൂത്തും കേട്ടിട്ടുണ്ടോ? അങ്ങനെ വാക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. നിങ്ങൾ പേക്കൂത്തെന്ന് കേട്ടിട്ടുണ്ടോ? അത് കേൾക്കൂലേ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കൂത്താണ് സത്കൂത്ത്, ഇഷ്ടപ്പെടാത്തത് പേക്കൂത്ത്. അങ്ങനെ ഒരു കൂത്തൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നതാണ്. പ്രകൃതിയിലെ ഓരോ ഇണക്കവും ഇളക്കവും ചലനമാണ്. അതിന് നമ്മൾ ചിലത് അംഗീകരിക്കുന്നു, ചിലത് അംഗീകരിക്കുന്നില്ല. ഇത് ഉടുക്ക് ഇടയ്ക്കയോട് ചേർന്ന് നിൽക്കുന്നതാണ് സാധനം. ഈ പഞ്ചവാദ്യത്തിലൊക്കെ നിങ്ങൾക്ക് കൊള്ള കണ്ടിട്ടുണ്ടാവും ഇതില്ലേ. ഇത് പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്നില്ല, ഇത് സാധാരണ മൃഗക്കൊമ്പാണ്. ഇതെങ്ങോട്ട് ഊതിയിട്ട് കാടുകളിൽ അവരുപയോഗിക്കുന്നതാണ്. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പൂർവികന്മാർ എല്ലാ കൊട്ടു ചരിത്രത്തിൻ്റെയും എല്ലാ മനുഷ്യ ചരിത്രത്തിൻ്റെയും പ്രഥമം ആദ്യകാലത്ത് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന അവിടെ നിന്നാണ് എല്ലാ സംസ്കാരങ്ങളും. അത് കൊട്ടായാലും കലയായാലും പാട്ടായാലും ചിത്രമായാലും മനുഷ്യൻ്റെ എല്ലാ വംശത്തിൻ്റെയും അടിത്തറ കാടാണ്. അവർ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് ഈ കൊമ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് ഊതിക്കൊണ്ട് വലിയ ഡ്രം എടുത്തിട്ട് അങ്ങോട്ട് കൊട്ടിയിട്ട് കളിക്കും. ജനിച്ചാലും പാട്ടാണ്, മരിച്ചാലും പാട്ടാണ്. പാട്ടില്ലാതെ, കൊട്ടില്ലാതെ, കളിയില്ലാതെ ജീവിതമില്ല. എന്തുകൊണ്ടാണ് ഈ ഒപ്പേരിപ്പാട്ടെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒപ്പേരിപ്പാട്ട്, ഉപ്പേരി കേട്ടിട്ടുണ്ടാകും, ഒപ്പേരി കേട്ടിട്ടുണ്ടാകില്ല, കുറച്ച് പേര് കേട്ടിട്ടുണ്ടാകില്ല. മരിച്ചു കിടക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് ഒപ്പേരി പാട്ടുകൾ എന്ന് പറയുന്നത്. ശവം കൊണ്ടുപോകുന്ന സമയത്ത് തപ്പട്ടയും ഇതേപോലുള്ള ഒരുപാട് വാദ്യങ്ങളുണ്ട്, അത് കൊട്ടിയിട്ടാണ് പോകുന്നത്. മരണം വലിയൊരു സത്യമാണ്. മരണം വേദനയാണ്, സങ്കടമാണ്. ജനിച്ചാൽ മരിക്കണം. പക്ഷേ ജീവിച്ചിരിക്കുന്നവർ തളർന്നു പോകാതിരിക്കുകയും വേണം. ഏറ്റവും പ്രിയപ്പെട്ടവർ
മരിക്കുന്ന സമയത്ത് അപകടപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ ഞാടികളും ഞരമ്പുകളും തളർന്ന് തൻ്റെ കർമ്മശേഷി പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടും. ആ അവസ്ഥയെ ഇല്ലാതാക്കാനുള്ള മരുന്നാണ് കൊട്ട്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളെക്കാളും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവർ സ്റ്റോക്കൊക്കെ വന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷനുണ്ട്, അത് അടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പറച്ചിലുകൾ കേട്ടിട്ടുണ്ടാകും. അതിന് തുല്യമാണ്, ആ ഇഞ്ചക്ഷന് തുല്യം തന്നെയാണ് വാദ്യം എന്ന് പറയുന്നത്. കൊട്ടും പാട്ടും കളിയോടുകൂടിയാണ് മരണത്തെ സ്വീകരിച്ചുകൊണ്ട് അടക്കം ചെയ്ത് തിരിച്ചു വരുന്നത്. മരണം, വേദന, സങ്കടം, ദുഃഖം ചിലപ്പോൾ കടുപ്പിക്കും. ആ കടുത്ത ദുഃഖത്തെ അതിജീവിക്കാനുള്ള മാർഗമാണ് കൊട്ട്. കോടങ്കി ഉടുക്ക്, കോടങ്കി ഉടുക്ക്. നല്ല കാലം വന്താച്ച കൈരേഖ മുഖലക്ഷണം വാക്കണവാ. പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ ഉത്സവം ആയിക്കഴിഞ്ഞാൽ, വേലയും കുമ്മാട്ടിയും പൂരവും പൊങ്കലൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടുകളിൽ നിന്ന് വരും കോടങ്കികൾ. ഇതിൻ്റെ മോഡൽ, ഇതിൻ്റെ മാതൃക കണ്ടിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ സംഗീതോപകരണങ്ങളും ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നത്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, സ്മോൾ ഈസ് ബ്യൂട്ടി എന്നൊക്കെ പറയും നമ്മൾ. ചെറുതിൽ നിന്നാണ് വലുതാകുന്നത്. കോടങ്കി ഉടുക്ക്. ఎల్లుల్లేరి హల్లుల్లేరి మాణినంగరే ఇరాజు పేట డుండక మాణినంగరే మాణినంగరే തുടി. చెవికి 2 కుండలం చూడదు మాణినంగరకే, కన్నుకి 2 మొయ్యంజి పాడదు మాణినంగరకే. മാണിനങ്കരെ തങ്കാട്ടി കുമരിനങ്കരെ, കുമരിനങ്കരെ തങ്കാട്ടി മാണിനങ്കരെ താനേ നാനാനേ നാനാനേ. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. തുടിയാണ് ഉപയോഗിക്കുന്നത്. തുടിക്കുന്നത് കൊണ്ടാണ് തുടി എന്ന് പേര് വരാൻ കാരണം. എല്ലാ വാദ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത, അത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. നമ്മളൊക്കെ ഹൃദയമുള്ളവരാണ്, ഹൃദയം ഇന്നും ഇടിച്ചുകൊണ്ടിരിക്കും. ആ താളത്തിന് അനുസൃതമായ താളങ്ങൾ മാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത കോടാനുകോടി ശബ്ദങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഏറ്റവും സൂക്ഷ്മമായതും ഏറ്റവും വലിയ ശബ്ദങ്ങളും ഈ പ്രകൃതിയിൽ ഉണ്ട്. നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്തൊരു ശബ്ദമാണത്രേ കാകളി. നമ്മൾക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല കാകളി. അതേപോലെ തന്നെ പ്രകൃതിയിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. നിങ്ങൾ ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ പത്രങ്ങളിലും ടി വികളിലൊക്കെ കാണുന്നവരുടെ മേഘവിസ്ഫോടനം. അതേപോലെ തന്നെ വാക്കുകളുടെ വിസ്ഫോടനമുണ്ട്, നാദങ്ങളുടെ സ്ഫോടനമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് വാക്കിൻ്റെ സ്ഫോടനം കൊണ്ടാണത്രേ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത് നാദങ്ങളുടെ സ്ഫോടനം കൊണ്ടാണ്. നാദം ആ സ്ഫുടതയോടുകൂടി നൽകുമ്പോഴാണ് അത് ജീവരക്ഷകയായിട്ടും രക്ഷകനായിട്ടും ഒരു സമൂഹത്തെ, വ്യക്തിയെ മാറ്റിയെടുക്കുന്നത്. വാക്കുകളുടെ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രയോഗം കൊടുക്കുന്ന സമയത്ത്, അത് വിവിധ ഭാവങ്ങളിൽ കൊടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യ ഹൃദയം തകർന്നു പോകും. ചിലപ്പോൾ വ്യക്തികളും കുടുംബങ്ങളും ലോകങ്ങളും ലോകയുദ്ധങ്ങൾ വരെ ഉണ്ടാക്കിയത് വാക്കിൻ്റെ സ്ഫോടനത്തിൻ്റെ വലിയ ശക്തി കൊണ്ടാണ്. ആ ശക്തിയെ നേർപ്പിച്ച് സുന്ദരമാക്കി, മനോഹരമാക്കി, ആർദ്രമാക്കി, അൻപുള്ള വാക്കുകളാക്കി,
നാദങ്ങളാക്കി കൊടുക്കുന്നവരാണ് കലാകാരന്മാർ, പ്രത്യേകിച്ച് വാദ്യ കലാകാരന്മാർ. കൊട്ടുകാരെന്ന് പറയുന്നത് അങ്ങനെ മോശക്കാരല്ല, ഈ സമൂഹത്തിൻ്റെ അംഗീകരിക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾ കലകളെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾ പഠിച്ചവരാണ്. കൊട്ട് കേട്ടാൽ പാടാൻ തോന്നും, പാടിക്കഴിഞ്ഞാൽ കളിക്കാൻ തോന്നും. അതിൻ്റെ ഭാവവ്യത്യാസങ്ങൾ എല്ലാവരും വരും. അപ്പോൾ കൊട്ടിന് ഒരു വലിയ വലിയ പ്രാധാന്യം സമൂഹത്തിന് ഉണ്ട്. ചേങ്ങില നിങ്ങൾ കണ്ടിട്ടുള്ളത് വലിയ ചേങ്ങിലയായിരിക്കും. ഇതൊക്കെ ചെറിയ ചേങ്ങിലയാണ്. കൊട്ടുകാരെയും പാട്ടുകാരെയും അംഗീകരിക്കാതിരുന്നപ്പോൾ, പാട്ട് പാടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ വീടുകൾ തോറും പാടാൻ തുടങ്ങി. നമ്മൾ പരിഹസിക്കാൻ തുടങ്ങി അത് ഭിക്ഷാടനമാണെന്ന്. ഇത് എനിക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല, ഇതെനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് വലിയ സാഹിത്യകാരനായ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആ അക്ഷരങ്ങൾ വന്ന് എന്നെ വീർപ്പ് മുട്ടിക്കുന്നു, എനിക്ക് എഴുതാതിരിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥ വലിയ കൊട്ടുകാർക്കുമുണ്ട്. കൊട്ടാതിരിക്കാൻ പറ്റില്ല, പാടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ബംഗാളൊക്കെ പോയി കഴിഞ്ഞാൽ, ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാടോടികളെ കാണാൻ വീടുകൾ തോറും പാടി നടക്കും. കുറച്ച് പേര് പരിഹസിക്കും, വേറെ പണിക്ക് വയ്ക്കൂടെ, ഇങ്ങനെ ഭിക്ഷാടനം നടത്തണോ എന്നുള്ളത്. അവന് കഴിയില്ല, അവൻ പക്ഷികളെ പോലെയാണ്. അവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഗുണത്തിൻ്റെ മഹിമയുടെ അറിയാത്തവരാണ് അവരെ നീചമായി ക്രൂശിക്കുന്നത്. അവർ പാടി നടക്കും. ആ പാട്ട് കേട്ട്, നാദം കേട്ട് ഓരോ വീടുകളിലും തോറും അവർക്ക് വീടുകളിൽ പോയി പാടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി കൊടുക്കുന്നത് ഈ കൊട്ടുകാരും പാട്ടുകാരുമാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നായാടിക്കളി എന്നൊരു വലിയൊരു കലാരൂപമുണ്ട്. വീടുകൾ തോന്നുന്ന ഒരു നായാടി വിളിയുണ്ട്. ആ നായാടി വിളി വിളിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും വലിച്ചെടുത്ത് കളയാനുള്ള ശക്തിയുണ്ട്. പക്ഷേ അവൻ്റെ ജീവിതം ദുരന്തമാണ്. അവർക്ക് ഇല്ല, വീടില്ല, ഭക്ഷണമില്ല. പക്ഷേ അവരുടെ ശേഷി എന്ന് പറയുന്നത് അതിന് പ്രത്യേക കഴിവുകളുണ്ട്. നാദത്തിൻ്റെ കഴിവാണ്, നാദത്തിൻ്റെ മഹിമയാണത്. അത്രയേറെ ശക്തിയുള്ളവരാണ് പാട്ടുകാരും കൊട്ടുകാരും കളിക്കാരും. ഇതിൻ്റെ പേര് ചേങ്ങില. പുള്ളൂർക്കുടം ഒന്ന് കൊട്ടിക്കേൾപ്പിച്ചേരട്ടെ. പുള്ളൂർക്കുടം കണ്ടിട്ടുണ്ടോ? കൊട്ടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? എല്ലാം കുറച്ച് കുറച്ച് പാടാം. സർപ്പവർണ്ണങ്ങളുടെ സൽക്കേത ചൊല്ലുന്നേ ഗണപതി കരിയേട മലതേങ്ങ നെയ്യപ്പം. ഇവയെല്ലാം വെച്ചു ഞങ്ങൾ നാഗങ്ങളെ തൊഴുന്നേ സർപ്പവർണ്ണങ്ങളുടെ സൽക്കേത ചൊല്ലുന്നേ. ഒരു തല വാഴുന്നേ, ഒരു തല വാഴുന്നേ ഓങ്കാര നാഗങ്ങൾ, രണ്ട് തല
ശിവനും ശിവശക്തിയും. അഷ്ടനാഗങ്ങളും നന്ദനും ശങ്കനും ശംഖുപാലകൻ പത്മപാലൻ, ഇങ്ങനെയുള്ളൊരു നാഗരാജക്കന്മാർ അൻപോടെ നേർക്കേ പന്തൽ പണിക്കേ ഇഴത്ത് രാജാവേ നട്ട് വളർത്തിയേ ചെന്തങ്ങൻ തന്നൂടെ തുമ്പവേട്ടേ ഇളകളകളകളകളകളകളകളകളാകുനാകേ ഇളകളകളകളകളകളകളകള മണിശീലേ മണിനാഗേ ഇളകളകേ കരിനാഗേ ഇളകളകേ മണിനാഗേ കരിനാഗേ മണിനാഗേ ഇളകളകേ ഇളകളകളകളകളകളകളകളാകുനാകേ ഇളകളകളകളകളകളകള മണിശീലേ ഇളകളകന്റെ കിളകളകന്റെ കിളാകുനാകേ ഇളകളകന്റെ കിളകളകന്റെ മണിശീലേ ഒന്നുകൊണ്ടും മടി കണ്ട നാഗകന്യകേ മനം തെളിഞ്ഞാടി വായോ നാഗരാജാവേ ഇളകളകളകളകളകളകളകളകളാകുനാകേ ഇളകളകളകളകളകളകളകള മണിശീലേ ഇളകളകളകളകളകളകളകളാകുനാകേ ഇളകളകളകളകളകളകള മണിശീലേ. പുള്ളൂർക്കുടം കൊണ്ട് പാടുന്ന 3 തരം പാട്ടുകളുണ്ട്. ഒന്ന് സർപ്പത്തിൻ്റെ വർണ്ണനകൾ, അതിൻ്റെ കുലത്തെക്കുറിച്ചും നാഗകുലങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന പാട്ടാണ്. 1000 തലയുള്ള സർപ്പത്തിൻ്റെ പേരാണത്രേ ശ്രീ അനന്തൻ വാസുകി. അതേപോലെ കറ്റപ്പാട്ട് എന്നൊരു പാട്ടുണ്ട്. കറ്റപ്പാട്ട് മനുഷ്യൻ കേൾക്കാൻ ആവശ്യമില്ല, വേണമെങ്കിൽ കേൾക്കാം. പക്ഷെ ചെടികൾക്ക് കേൾക്കാൻ വേണ്ടി പാടുന്ന പാട്ടുശാഖയുടെ പേരാണ് കറ്റപ്പാട്ട്. പാടവരമ്പുകളിൽ പുള്ളോനും പുള്ളോത്തും എന്ന മഹാകലാകാരന്മാരെ വിളക്ക് കൊളുത്തി ഇരുത്തി പാടവരമ്പിലിരുന്ന് പാടുന്ന പാട്ടുശാഖയാണ് കറ്റപ്പാട്ട്. ചെടികൾക്ക് വളർച്ചയ്ക്ക് അത് ഗുണം ചെയ്യും. പാട്ട് നമ്മൾ മാത്രമല്ല ആസ്വദിക്കുന്നത്, പ്രകൃതി ആസ്വാദനമാണ് പാട്ടെന്ന് പറയുന്നത്. ചെടികളും പക്ഷിമൃഗാദികളെല്ലാം ആസ്വദിക്കുന്നുണ്ട്. ഒരു ചൊല്ല് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഇതേപോലുള്ള കൂത്തമ്പലങ്ങളിൽ കഥകളിക്കാർ കഥകളി ആടുന്ന സമയത്ത് ഓഡിയൻസ് ആരുമില്ലത്രേ. അദ്ദേഹം ഗംഭീരമായി കഥകളി ആരംഭിച്ചു, അവസാനിപ്പിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചത്രേ, നിങ്ങളുടെ മുന്നിൽ ആരും ഓഡിയൻസ് ഒന്നുമില്ല, നിങ്ങൾ ഗംഭീരമായി ആടുന്നുണ്ടല്ലോ, ഞാൻ ഓഡിയൻസിനെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഓഡിയൻസോ? കലാകാരൻ്റെ മുന്നിൽ ഓഡിയൻസ് ഇല്ല. അവൻ്റെ ആത്മസമർപ്പണമാണ്. വാദ്യത്തിൻ്റെ നാദവും അവൻ്റെ മനസ്സും ഇഴുകിച്ചേർന്ന് ഈ പ്രപഞ്ചത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ നാദമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ കൊട്ടും നാദവും തമ്മിൽ സംഭവിക്കുന്നത്. അവിടെ ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അർപ്പിക്കുക, ലയിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് മൺകുടം, പശുവിൻ്റെ തോല്, ചിരട്ട, നാഗവടി ഇതൊക്കെ ഉണ്ടാക്കിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ സർപ്പത്തിൻ്റെ നാഗത്തിൻ്റെ പാമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോഴും പ്രകൃതിയിലെ സൂക്ഷ്മമായ മണ്ണിൻ്റെ തുടുപ്പും മിടുപ്പും അറിഞ്ഞുകൊണ്ടാണ് പാമ്പുകൾ സഞ്ചരിക്കുന്നത്. അവർക്കറിയാം നമ്മൾക്ക് കേൾക്കാൻ പറ്റാത്ത മിടുപ്പും തുടുപ്പും നേരിയ ശബ്ദങ്ങളും ഈ ഭൂമിയിലുണ്ട്. അതറിയുന്നവരാണ് പാമ്പുകൾ. ആ താളത്തിൻ്റെ, ആ ശബ്ദത്തിൻ്റെ അനുസരിച്ചാണ് അത് സഞ്ചരിക്കുന്നത്. ഓരോ ശബ്ദത്തിനും ഓരോ രസങ്ങളുണ്ട്. അത് സ്നേഹത്തിൻ്റെയാണോ ക്രൂരതയുടെയാണോ എന്നെല്ലാം പാമ്പുകൾക്ക് ആ നാദത്തിൽ നിന്ന് മനസ്സിലാക്കി എവിടെയാണ് അപകടം, എവിടെയാണ് അതിൻ്റെ ഇര എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നത് ഈ പാമ്പുകളുടെ ഈ ഭൂമിയിലുള്ള സ്പന്ദനങ്ങളാണ്. പുള്ളൂർ കുടം. തിമിലയോടൊക്കെ നിൽക്കുന്നത് നോക്കും. ചെണ്ട
ഇതിന് കിടിമുടി എന്നാണ് പറയുന്നത്. തിരുവല്ലാമല ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനൊക്കെയാണ് അപൂർവ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇത്, കിടിമുടി. ഇത് തപ്പട്ട. ഞാൻ പറഞ്ഞില്ലേ, മരണത്തിന് ഉപയോഗിക്കുന്ന, മാരിയമ്മൻ പൂജയ്ക്ക് ഉപയോഗിക്കും. മരണത്തിന് മാത്രമല്ല, മാരിയമ്മനും താളത്തിന് ഇത് ഉപയോഗിക്കും. ഇത് കൊട്ടിക്കഴിഞ്ഞാൽ ആർക്കും ഒന്ന് കളിക്കാൻ തോന്നും. നമ്മൾ കളിക്കാത്തത് നമ്മളെ കാലാകാലങ്ങളായി ഇങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല എന്നുള്ള അടക്കി വെപ്പുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്ന് ഉണർന്ന് വീണ്ടും സ്വയം തളർന്നു പോകുന്നത്. ഇത് ഉണർത്താനുള്ള നാദം ഇതിലുണ്ട്. വരുണദേവൻ്റെ ഇഷ്ടസംഗീതോപകരണമാണ് ഈ തപ്പട്ട. മഴ പെയ്യാൻ ഈ ശബ്ദം കേട്ടാൽ മഴ പെയ്യൂ അത്രേ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സമയമില്ല, കൃത്യം നമുക്ക് ആ സമയം പാലിക്കണം. ഇതിൻ്റെ പേര് തപ്പട്ട. ഇതൊന്നും എടുത്ത് ഓണവില്ല്. താതെയ്യം തെയ്യാരതക താതെയ്യം തെയ്യാര ആമ്പയ്ക്ക ചാലിച്ചെന്ന് ഏനൊരു കൊന്ത നട്ടേ. ഈ വിൽത്തായമ്പക തന്നെ നമുക്കുണ്ട്. അങ്ങനെ ഒരു ഇത് വീടുകൾ തോറും പാക്കനാർ വംശം പാടി നടക്കാറുണ്ട്. നേരത്തെ പോലെ പാട്ടില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. പാട്ട് പാടി വരുന്നവരെ സ്നേഹത്തോട് ബഹുമാനിച്ച ഒരു സംസ്കാരത്തെ ഒരു വീണ്ടെടുപ്പിൽ നമ്മൾക്ക് നടത്തേണ്ടതുണ്ട്. അത് കാലത്തനുസരിച്ചിട്ട് എങ്ങനെയാണോ മാറ്റുക. പക്ഷേ എപ്പോഴും കലാകാരന്മാർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. നന്ദുണി. ഞാനും മറന്നു പോയെൻ്റെ നല്ലച്ഛനും അഞ്ചല്ലോ ചന്ദ്രകാശപ്പള്ളി വാള് തരിക വേണം അമ്പമ്പു. നന്ദുണി. ഈ സംഗീതോപകരണത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാമത്തെയും കോപത്തെയും അടക്കാനുള്ള ശേഷിയുള്ള നാദമാണ്, പാട്ടുകളാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതില്ലാതെ ഭൂമിയിൽ ജീവനമില്ല, ജീവിതത്തിൻ്റെ നടപ്പുമില്ല. പക്ഷേ ഇതിനെല്ലാം നിയന്ത്രണത്തെ വിധേയമാക്കാൻ ഈ നാദത്തിന് സാധ്യമാണ്. ഇതിൻ്റെ പേര് നന്ദുണി. മുളവാതി ഒന്നെടുത്ത്. മുളവാദ്യം ജസ്റ്റ് നാദം കേൾപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കുട്ടി പാടാനൊക്കെ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. താനാരു തന്നാരു തക താനാരു തന്നാരു താനാരു തന്നാരു ദേവി താനാരു തന്നാരു. ദേവി നീ ആരാണ്? താനാരു തന്നാരു ദേവി താനാരു തന്നാരു. ചോദ്യം ചെയ്യുക എന്നത് കലാകാരൻ്റെ ഏറ്റവും വലിയ അനേകം ധർമ്മങ്ങളിൽ ഒന്നാണ്. ദേവിയോട് ചോദിക്കുകയാണ്, ദേവി നീ ആരാണ്? ഞാൻ ആരാണ്? ഞാനും നീയും ഒന്നാണ്. കലാകാരൻ ശ്രേഷ്ഠമാണ്. ഇനിയൊരു പാട്ട് പാടി അവസാനിപ്പിക്കാം. രണ്ട് തരത്തിലുള്ള വടിച്ചിലങ്കയാണ്.
തിമിതം തിമില മാർദവ മദ്ദളം ഇമ്പം കൊമ്പ് ഈശനിടയ്ക്ക ഓളം ഇലത്താളം. തിമിലയെന്നും എന്ന കാഠിന്യമുള്ള വാദ്യം, അത് കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടത, അധ്വാനം, പക്ഷേ അത് ലഭിക്കുന്നത് ആ നാദം മനുഷ്യനെ ആർദ്രമാക്കും. മദ്ദളത്തിൻ്റെ നാദം കേൾക്കുന്ന വ്യക്തികൾക്ക് മാർദ്ദവമാക്കും. കൊമ്പ് ഇമ്പമേകും, താളം അതിന് ഓളമുണ്ടാക്കും. ഇടയ്ക്ക ഈശ എന്നത്രേ ഐശ്വര്യമുണ്ടാക്കും. പ്രാണനെ ഇടയ്ക്ക വാദ്യങ്ങളുടെ നാദങ്ങൾ മനുഷ്യനെ മനോനിയന്ത്രണത്തെ വിധേയമാക്കുകയും കർമ്മത്തിന് ശ്രേഷ്ഠതയ്ക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല കർമ്മം ചെയ്ത് ജീവിക്കാനുള്ള മനോഘടകം, മനോനില സൃഷ്ടിക്കാൻ നാദത്തിന് സാധ്യമായത് കൊണ്ടാണ്. ഈ വാദ്യങ്ങളെല്ലാം എങ്ങനെയാണ് ഐശ്വര്യമുണ്ടാക്കുന്നത്? മനുഷ്യൻ സ്വസ്ഥമായിരിക്കുക പ്രേരിപ്പിക്കുന്ന നാദങ്ങളാണ്. ലോകത്തിലെ വലിയ 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 ഒരു കണ്ടുപിടുത്തമാണ് ഈ പഞ്ചവാദ്യം. 60-ാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷണിച്ചതിൽ ഒരിക്കൽ കൂടി ചന്ദ്രേട്ട ഇതിൻ്റെ അംഗങ്ങളോടൊക്കെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, തോലുകൊണ്ടുള്ള തിമിലയും ഇടയ്ക്കയും മദ്ദളവും സുഷിരവാദ്യമായ കൊമ്പും അതോടൊപ്പം തന്നെ ലോഹവാദ്യങ്ങളായ താളങ്ങളൊക്കെ ചേർത്തി വെച്ച ലോകത്തിലെ ഇന്ത്യൻ കലയ്ക്ക് വലിയ സംഭാവനയാണ് പഞ്ചവാദ്യം എന്ന് പറയുന്നത്. കേരളീയ കലകളുടെ സിംഫണിയാണ് പഞ്ചവാദ്യം, ഫ്യൂഷനാണ് പഞ്ചവാദ്യം, വാദ്യ സമന്വയമാണ് പഞ്ചവാദ്യം, നാദകലയിലെ വിപ്ലവമാണ് പഞ്ചവാദ്യം. വളരെ വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പഞ്ചവാദ്യം ത്തിൻ്റെ വലിയൊരു കണ്ടുപിടുത്തം ഇതേപോലുള്ള വാദ്യങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെ കാടിൻ്റെയും നാടിൻ്റെയും സംഗീതത്തെ വേർതിരിക്കാതെ അതിനെല്ലാം ചേർത്ത് ഇണക്കി പുതിയ നാദങ്ങൾ ഉണ്ടാക്കി പുതിയ കലാ ലോകം സൃഷ്ടിച്ച് ലോകത്തിന് സംഭാവന ചെയ്യാനുള്ള ഉൾക്കരുത്ത്, അൻപ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന 3 ദൈവങ്ങളെ നമുക്ക് നമിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. കാക്കേ പൂച്ചേ നീട്ടി വീളിച്ച് മാനത്തെ ചന്ദ്രനെ കൂട്ട് വീളിച്ച് മാമ് കുഴച്ച് തന്നത് അമ്മയാണ്, എൻ്റെ അമ്മയാണ്. ആനയായി പുറത്തേറ്റി കുതിരയായി തോളിലേറ്റി മെയ്മേലെ നടപഴക്കിയത് അച്ഛനാണ്, എൻ്റെ അച്ഛനാണ്. അക്ഷരം ചൊല്ലിത്തന്ന് അജ്ഞാനം നീക്കിത്തന്ന് വിജ്ഞാനം പകർന്നത് ഗുരുവാണ്, എൻ്റെ ഗുരുവാണ്. കല പഠിക്കുന്ന നിങ്ങൾക്ക് ഈ 3 ദൈവങ്ങളുടെയും ഗുരുത്വമുണ്ടാകട്ടെ. 5 വയസ്സ് വരെ മാത്രമേ അച്ഛനും അമ്മയും നമ്മുടെ ഗുരു. അതിനുശേഷം ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ശക്തി പകർന്ന, ഊർജം പകർന്നു തരുന്നത് നിങ്ങളുടെ ഗുരുവാണ്. ഗുരുവാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹിമയേറിയ സ്ഥാനം അലങ്കരിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അവരുടെ ഗുരുത്വം നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നാദത്തിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.